ഇന്നും പുതിയ ആളുകൾ കാണാം. ഇപ്പോൾ ഹോമം ചെയ്യുമ്പോൾ ഹോമമന്ത്രത്തെക്കുറിച്ച് വിശദീകരണം പറയണം എന്ന് നടരാജഗുരു അനുശാസനം തന്നിട്ടുണ്ട്. എല്ലാ ഗുരുകുലങ്ങളിലും ഞായറാഴ്ച ഹോമം നടത്തണമെന്നും നിർദ്ദേശമുണ്ട്. അത് മിക്കവാറും നമ്മുടെ ഗുരുകുലങ്ങളിലെ പ്രധാനപ്പെട്ട ഗുരുകുലം എന്ന് പറയുന്നത് വർക്കല ഗുരുകുലം കഴിഞ്ഞാൽ പിന്നെ വേണഗിരി ഗുരുകുലമുണ്ട്. പിന്നെ മിക്കവാറും ഒരു ബ്രഹ്മചാരി, ഒരു സന്യാസിയോ അദ്ദേഹത്തിൻ്റെ കൂടെ ഒന്നോ രണ്ടോ ആളുകളായിരിക്കും മറ്റ് സെന്ററുകളിൽ കാണുക. എന്നാലും ഞായറാഴ്ച ഹോമം നടത്തുന്ന പതിവുണ്ട്. മാത്രമല്ല, ഋഷിയും ശാസ്ത്രജ്ഞനുമായ നടരാജഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഹോമത്തിലൂടെ ഒരു ഹോമം കൃത്യമായി ചെയ്യുന്നതിൽ കൂടെ ഒരു ഗുരുകുലം നിലനിന്നു പോകും എന്ന് പോയിരുന്നു. ഗുരുവിൻ്റെ വാക്കുകളാണിത്. എഴുതി വെച്ചത് മാത്രമല്ല, കുറച്ചൊക്കെ എഴുതി വെക്കാൻ പറ്റുള്ളല്ലോ. ആ ഗുരുക്കന്മാരിൽ നിന്ന് ശിഷ്യന്മാർ കേട്ട വാക്കുകളിൽ കൂടിയാണ് ഇത് അറിയുന്നത്, ഈ രഹസ്യം അറിയുന്നത്. ഇത് മഹത്തായ ഒരു അറിവാണ്. എന്തായാലും നമ്മളുടെ ഇരിപ്പോൾ ഹോമമന്ത്രമായാലും ഏത് മന്ത്രമായാലും ഏത് അറിവായാലും അത് ഉണർന്നു വരുന്നത് ഒരു ഉണർവായിട്ടാണ്. നമ്മൾ ഈ കാണുന്ന, നമ്മൾ അധിവസിക്കുന്ന, നാം ഉൾക്കൊള്ളുന്ന ഈ കണ്ണുകൊണ്ട് നമുക്ക് കാണാനും കേൾക്കാനും കഴിയുന്ന ഈ വലിയ സംവിധാനത്തെ നാം ലോകം എന്ന് പറയും. ലോകം എന്ന് പറയുന്നത് ലോചനം കൊണ്ട് അറിയാൻ കഴിയുന്നതാണ്. അതാണ് ലോകം. അപ്പൊ ആദ്യം നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നതാണ് ലോചനം. അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴത് ആലോചനയായി. എന്നാലും ഈ ലോകമാണ് നമുക്ക് ഏറ്റവും അനുഭവവിദിതമായത്. വേറൊരു വാക്കുണ്ട്, വിശ്വം. അത് കേൾക്കുമ്പോൾ തന്നെ, വിശ്വം എന്ന് കേൾക്കുമ്പോൾ തന്നെ അത് വികസിത ഭാവത്തിൽ നമുക്ക് ഈ പ്രപഞ്ച അനുഭവം ഉണ്ടാവുകയാണ്. വാസ്തവത്തിൽ ഈ അനുഭവത്തിന്റെ വാഗ്മയം തന്നെയാണ് മന്ത്രരൂപങ്ങളിൽ ഋഷീശ്വരന്മാർ നമുക്ക് പകർന്നു തന്നിട്ടുള്ളത്. ലോകം എന്നൊരു വാക്ക് പറഞ്ഞു, അത് ലോചനത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്ക് സാമാന്യേന മനസ്സിലാക്കാം. ഇപ്പൊ ലോകം ആലോകനം ചെയ്യുന്നത്, കൂടുതൽ കണ്ടതിനെ നമ്മൾ ഒന്നുകൂടി നോക്കുകയാണ്. അവലോകനം ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ നാം പാസീവായിട്ട് ആദ്യം ഒരു രൂപരേഖ പോലെ കണ്ടത് ആലോകനമാകുന്നു. അത് കൂടുതൽ സ്പഷ്ടമായി നാം ദർശിക്കുന്നു. അത് കഴിഞ്ഞ് അവലോകനമാകുന്നു. അതിനെക്കുറിച്ച് ഉള്ള ഒരു സമീക്ഷ, അതിനെക്കുറിച്ചുള്ള പൂർണ്ണമായ സ്വരൂപം എന്ത് ആണ് എന്നുള്ള ആ ഒരു ദർശനത്തിലേക്ക് നമ്മൾ വരികയാണ്. വേറൊരു വാക്കുണ്ട്, പ്രപഞ്ചം. പ്രപഞ്ചം എന്നുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഏതോ പല എലമെന്റ്സുകളാൽ, മൂലകങ്ങളാൽ അത് ഒരുമിച്ച് സമഞ്ജസമായി ചേർന്നിരിക്കുന്ന എന്തോ ഒന്ന് ആണെന്ന് ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നും. വാസ്തവത്തിൽ അതിന് നാം ആലോചിക്കുമ്പോഴാണ് നാം അറിയുന്നത് പഞ്ചലോകാത്മകമാണ് ഈ ദൃശ്യപ്രപഞ്ചമെന്ന്. പഞ്ചലോകാത്മകമാണ് ഈ ദൃശ്യപ്രപഞ്ചമെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിൽ 5 മഹാഭൂതങ്ങൾ സമ്മിളിതമായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതങ്ങനെ അങ്ങ് വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റ് ആയിട്ട് വെവ്വേറെ ഇരിക്കുകയല്ല.
5 മൂലഭൂതങ്ങളെ പറ്റി പറയുമ്പോൾ അത് ഓരോന്നിലും മറ്റു 4 കലർന്ന് ഇരിക്കുകയാണ്. എന്തിനാണ് ഈ കലരുന്നത്? കലരണമെങ്കിലേ ഏകമാവൂ. അവിടെ ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പഞ്ചഭൂതാത്മകതയെ മാത്രം നമ്മളൊരു യൂണിറ്റ് ആയിട്ട് എടുക്കുമ്പോൾ അതിൽ 5: ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. ഇതൊരു ക്രമമാണ് ഞാൻ പറഞ്ഞത്. ഇനി വേറൊരു ക്രമത്തിൽ ഇതിനെ പറയാം. ഇത് സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക് പോകുന്നത്. ഇനി സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലതയിലേക്ക് വരുന്ന തരത്തിൽ ഈ പഞ്ചഭൂതങ്ങളെ നമുക്ക് കാണാം. കാണാൻ കഴിയാത്തതും കണ്ടതുപോലെ തോന്നുന്നതുമായ ആകാശം. ആകാശത്തെ തുടർന്ന് നാം കാണുന്നത്, അതുപോലെ തന്നെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും സ്പർശനം കൊണ്ട് അറിയാൻ കഴിയുന്ന, നമുക്ക് സമ്മതിക്കാൻ ഇഷ്ടമില്ലെങ്കിലും നമുക്ക് പ്രാണനായി തീരുന്ന ഒരു മഹത്തായ ശക്തിവിശേഷം വായു. അത് കഴിഞ്ഞ് അതിന് സ്പർശനത്തിന്റെ സ്വഭാവമുണ്ട്. വായു കഴിഞ്ഞിട്ട് അഗ്നിയെ കാണുന്നു. അഗ്നിയെ കാണുമ്പോൾ കൂടുതൽ സ്ഥൂലമാവുകയാണ്. അതിന് ആകൃതിയുണ്ട്. അതിന് ചുവപ്പും മഞ്ഞയും കലർന്ന ഏതെങ്കിലും നിറം നമുക്ക് കാണാൻ കഴിയും. അത് കഴിഞ്ഞ് കുറെ കൂടി ഘനീഭൂതമായ കൂടുതൽ സ്ഥൂലമായ ജലം കാണുന്നു. പിന്നെ എല്ലാ ഭൂതങ്ങളെയും ഭംഗിയായി വെളിപ്പെടുത്തുന്ന ഭൂമി എന്ന് പറയുന്ന ഭൂതത്വത്തെയും കാണുന്നു. ഇങ്ങനെ ഈ 2 തരത്തിലും ഇത് കൊണ്ട് നിർമ്മിതമാണ് ഈ പ്രപഞ്ചം. അതുകൊണ്ടാണ് പ്രപഞ്ചം എന്നുള്ള വാക്ക് തന്നെ വന്നത് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇനി ഞാൻ പറഞ്ഞില്ലേ, ഇത് എന്നിട്ട് ഓരോ മൂലകങ്ങളും എങ്ങനെയാണ് ഇരിക്കുന്നത്? ഓരോ മൂലകത്തിനും തനിത്തനി സ്വഭാവം ഉണ്ടെങ്കിലും എല്ലാത്തിനെയും സ്വീകരിക്കുന്ന വലിയ മനോഭാവമുണ്ട് ഈ ഭൂതങ്ങളിൽ. എന്താണ് മനോഭാവം എന്നല്ലേ? അത് ഈ ഭൂമിയായിരിക്കുന്ന ഭൂതത്വത്തിൽ മറ്റ് സഹോദര തത്വങ്ങളായി നാം മനസ്സിലാക്കേണ്ട ജലതത്വവും അഗ്നിതത്വവും വായുതത്വവും അദൃശ്യമെന്ന് പറയാൻ കഴിയുന്ന സൂക്ഷ്മതമായ ആകാശം പോലും കലർന്ന് ഇതിൽ ചേർന്നിരിപ്പുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് ആതിഥ്യം നൽകുന്നു. ഓരോ ഭൂതങ്ങളും മറ്റു സഹോദര ഭൂതങ്ങൾ ചേർന്ന് ലയിച്ചിരിക്കത്തക്ക വിധത്തിൽ ആതിഥ്യം നൽകുന്നു എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. ചരാചരാത്മകം എന്ന് പറയുമ്പോൾ ചരകോടികളിൽ പോലും ഈ ഏകാത്മകമായ സത്യം നിലകൊള്ളുന്നു എന്ന് പറയുകയാണ്. ഇങ്ങനെയെല്ലാം ഉള്ളതിൻ്റെ ഇങ്ങനെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ലോകമായി, വിശ്വമായി, പ്രപഞ്ചമായി കാണാൻ കഴിയുന്നതിൽ നടക്കുന്ന സംഭവങ്ങളെ ഭാഷയാക്കി മാറ്റുന്നതാണ്, വാഗ്മയമാക്കി മാറ്റുന്നതാണ് ഈ വരുന്ന ഏത് മന്ത്രമായാലും എന്ത് സംഭവങ്ങളായാലും അതിൽ നിന്ന് വരുന്ന ഓരോന്നും. അപ്പൊ അതിൻ്റെ എല്ലാം പരമമായ കാര്യം എന്താണ്? ആ സത്യത്തെ, ആ ഉണ്മയെ, അനുഭവവിദിതമായി തീരുന്ന അതേ സത്യത്തെ വാഗ്മയമാക്കുന്നതാണ് ഭാഷ. ആ ഭാഷയിൽ കൂടി വരുന്നതാണ് മന്ത്രങ്ങൾ. എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചമായിരിക്കുന്ന നാം എല്ലാം ആയിരിക്കുന്ന ഈ വിശ്വമായിരിക്കുന്ന നാം എല്ലാം ചേർന്ന ഈ വിശ്വമായിരിക്കുന്ന ലോകമായിരിക്കുന്ന നാം എല്ലാം ചേർന്ന ഈ ലോകമായിരിക്കുന്നത് തന്നെയാണ് എല്ലാം. ഏതൊരു മനുഷ്യനും ആലോചിച്ചാൽ അനിഷേധ്യമായി സ്വീകരിക്കാൻ കഴിയുന്ന ഒരു ഭാവ ആവിഷ്കാരമാണ് ഞാൻ ഇതുവരെ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്ന സംഗതി ചില സാങ്കേതികമായ വാക്കുകളിൽ കൂടി ഇവിടെ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ എല്ലാത്തിനോടും കലരുവാനും അതിൻ്റെ ഏകാത്മമായ സാമ്യതയിലേക്ക്, സമതയിലേക്ക്, ആ സാമാന്യം എന്ന് പറയാൻ പോലും നമുക്ക് പറ്റാത്ത വിധത്തിൽ ഏകാത്മ സത്യത്തിലേക്ക് വരുവാൻ നിയുക്തമായിട്ടുള്ളതാണ്
എല്ലാം എല്ലാം എന്ന് പറയുകയാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി ഈ ഏകാത്മകതയുടെ കാര്യം ജീവജാലങ്ങളിൽ മാത്രമല്ല മനുഷ്യരിൽ അതുണ്ടാകണമെന്നാണ് നമ്മൾ വളരെ ആയാസകരമായൊക്കെ പറയുന്നത്. എല്ലാ ജീവജാലങ്ങളിലെന്നല്ല, അത് അചലമായി നാം വ്യവഹരിക്കുന്ന പദാർത്ഥങ്ങളിൽ പോലും ഈ ഗിവ് ആൻഡ് ടേക്ക് പോളിസി ഒരു നിയതമായ നിയമമായി നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് പഞ്ചപഞ്ചീകരണം അങ്ങോട്ടും ഇങ്ങോട്ടും സ്വീകരിച്ചും അങ്ങോട്ട് ചേർന്നും അതിൻ്റെ ഏകാത്മതയെ വെളിപ്പെടുത്തുന്നത്. ഞാൻ ഫിസിക്സാണ് പറയുന്നത്. ഫിസിക്സിനെ പറ്റി പറയാൻ പറ്റും. കാണുന്നതിനെയും കേൾക്കുന്നതിനെയും പറ്റി പറയുന്നതാണ് പുസ്തകം, അല്ലാത്തതെല്ലാം വീൺവാക്കാണ്. അപ്പം അങ്ങനെ നാം ഈ ലോകത്ത് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് പഞ്ചേന്ദ്രിയങ്ങളെ സഹായിക്കുന്ന മനസ്സിനെ കൊണ്ടും എല്ലാം നാം അറിയുന്ന ഈ ഭൗതിക ലോകം നമുക്ക് അനുഭവവിദിതമായി ഏതെല്ലാം പ്രകാരത്തിൽ അനുഭവവിദിതമായി തീരുന്നുവോ ആ മഹത്തായ സംഭവത്തെ വേണം മെറ്റാഫിസിക്സ് എന്ന് പറയാൻ. ഫിസിക്സിന് ഉപരിയായി നിൽക്കുന്നത് പറഞ്ഞാൽ എൻ്റെ മുകളിൽ എന്തോ പദകെട്ടി അങ്ങനെ നിൽക്കുന്നത് പോലെയല്ല. ആകവേ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് അതിൻ്റെ ആധ്യാത്മികമായ പൊരുളിൻ്റെ ചലനാത്മകത, ചൈതന്യ വിശേഷത്തെ വേണം നാം മെറ്റാഫിസിക്സ് അല്ലെങ്കിൽ സ്പിരിച്വൽ എന്ന് പറയേണ്ടത്. ഇത് പറയേണ്ടി വരുമ്പോൾ തന്നെ നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചാൽ അറിയാം, എൻ്റെ ചുണ്ട് പിളർപ്പിക്കണം, വായു പ്രത്യേക തരത്തിൽ, അതെല്ലാം പഴയ ഭാരതീയ ശീശ്വരന്മാർ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് പരയിൽ നിന്ന് ശബ്ദം, പരയിൽ നിന്ന് അവ്യക്തവും അദൃശ്യവും എങ്ങും നിറയുന്നതുമായ ആ പരയിൽ നിന്ന് പശ്യത്തിലേക്ക് സാവകാശം വരുന്നെന്നും ആ പശ്യത്തിൽ നിന്ന് മധ്യമയിലേക്ക് വരുന്നതെന്നും മധ്യമയിൽ കൂടി വന്നതിന് ശേഷമാണ് ഖരമായി ഇങ്ങനെയെല്ലാം നിങ്ങളോട് പറയുവാൻ കഴിയുന്ന ശബ്ദമായി പൊട്ടി വിടരുന്നതെന്നും പറയേണ്ടി വരും. തിരിച്ച് കാതിൽ കേൾക്കുന്നത് വെറും ശബ്ദ തരംഗങ്ങളുടെ താടനം വന്ന് ചെവിയുടെ ചെണ്ടയിൽ വന്ന് താടനം ചെയ്യുന്നേ ഉള്ളൂ. ഒരു കമ്പനം മാത്രമേ നടക്കുന്നുള്ളൂ. പക്ഷേ ആ കമ്പനത്തെ പഴയ നമ്മളെ ടെലഗ്രാഫിക്ക് കട്ടുകിടന്നല്ലേ അടിക്കുന്നത്. അതേസമയം മെസ്സേജ് പോകില്ലേ, ഇയാൾ ചത്തുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞ മെസ്സേജ് പോകില്ലേ? അതൊക്കെ ഉള്ളൂ നമ്മൾ സാധാരണ ബുദ്ധി ഉപയോഗിച്ച് മനസ്സിലാക്കിയാൽ മതി. അതുപോലുള്ള താടനമാണ് കാതിൻ്റെ ചെണ്ടയിൽ വന്ന് വീഴുന്നതെങ്കിലും അത് യേശുദാസിൻ്റെ പാട്ടാണ്, അല്ലെങ്കിൽ സുബ്ബലക്ഷ്മിയുടെ പാട്ടാണ്, അല്ലെങ്കിൽ ഗുരുവിൻ്റെ വാക്കുകളാണ് എന്നെല്ലാം നാം തിരിച്ചറിയുകയും ആ വാക്കുകളുടെ ഭാഷ അറിയുന്നവർ ആ വാക്കുകളുടെ അർത്ഥം തിരിച്ച് എടുക്കുകയും ചെയ്യുന്ന അതിമഹത്തായ ഒരു അത്ഭുത സംഭവമുണ്ട്. അതിന് വേണം നാം ആത്മാവ് എന്ന് പറയുന്നത്. അത് എങ്ങും നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് അത് സൂക്ഷ്മതമമെന്ന് പറയണം. അത് പറഞ്ഞാലും പോരാ. എങ്ങും നിറഞ്ഞിരിക്കുന്ന ആ പരമമായ പൊരുൾ എങ്ങും നിറഞ്ഞിരിക്കുമ്പോൾ നമുക്ക് സമ്മതിക്കേണ്ടി വരും അത് നിശ്ചലമാണ് എന്നുള്ളത് നമുക്ക് അംഗീകരിക്കേണ്ടി വരുമ്പോൾ അത് നിശബ്ദമാണ് എന്നും നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. അത് മൗനമാണ് എന്ന് നമുക്ക് സമ്മതിക്കേണ്ടി വരും. അതുകൊണ്ടാണ് പറയുന്നത് അഖണ്ഡ സച്ചിദാനന്ദ സ്വരൂപമെന്നല്ല ആ പരമമായ പൊരുളിനെ വിശേഷിപ്പിക്കേണ്ടി വരുന്നത് ഈ കാരണങ്ങളാണ്.
ത്യാഗീശ്വര സ്വാമിയുടെ വിലപ്പെട്ട വാക്കുകൾക്ക് ഒരു തടസ്സമായിട്ടാണ് കയറി വന്നിരിക്കുന്നത്. സ്വാമി പറഞ്ഞതിനെ തുറന്നു കൊണ്ടുപോകാൻ എനിക്ക് കഴിയുന്നില്ല. പണ്ട് നടരാജഗുരുവുള്ള കാലത്ത് ഹോമം കഴിഞ്ഞാൽ നടരാജഗുരുവാണ് പ്രവചനം നടത്തുന്നത്. അന്ന് ചൊല്ലിയ ഉപനിഷത്ത് ഭാഗത്തെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് അന്ന് ഓരോ ദിവസവും നടരാജഗുരു സംസാരിക്കാറ്. ഞാൻ ആ രീതി വിട്ട് ഒരൊറ്റ ഉപനിഷത്തിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് സംസാരിക്കുന്ന രീതിയാണ് അവലംബിച്ചത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് തുടരുന്നത്. ഇത്തവണ കേനോപനിഷത്തിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് സംസാരിക്കാം എന്നാണ് കരുതുന്നത്. സാമവേദത്തെ പിൻപറ്റി വരുന്ന രണ്ട് പ്രധാന ഉപനിഷത്തുകൾ. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവാം, ഉപനിഷത്തുകളെല്ലാം ഗുരുശിഷ്യ സംവാദ രൂപത്തിലുള്ളതാണ് എന്ന്. എന്നാൽ ഏറ്റവും ചെറിയ ഉപനിഷത്തുകളായ ഈശാവാസ്യ ഉപനിഷത്തും മാണ്ഡൂക്യോപനിഷത്തും ഗുരുശിഷ്യ സംവാദ രൂപത്തിലുള്ളതാണെന്ന് നമുക്ക് ഭാവന ചെയ്യാമെന്നുണ്ടെങ്കിലും അതിനകത്ത് ചോദ്യമില്ല, ഉത്തരം മാത്രമേ ഉള്ളൂ. കേനോപനിഷത്തിലേക്ക് വരുമ്പോൾ അതിനകത്ത് ചോദ്യവുമുണ്ട്, ഉത്തരവുമുണ്ട്. പക്ഷേ ചോദ്യകർത്താവായ ഉത്തരം പറയുന്നത് ആരെന്ന് പറഞ്ഞിട്ടില്ല. ബാക്കി എല്ലാ ഉപനിഷത്തുകളിലും ആരാണ് ചോദ്യകർത്താവ്, ആരാണ് ഉത്തരം പറയുന്നത് എന്നെല്ലാം വ്യക്തമായിട്ട് എടുത്ത് പറയുന്നുണ്ട്. കേനോപനിഷത്ത് ഒരു തരത്തിൽ പറഞ്ഞാൽ ജ്ഞാന സാരം ഇങ്ങനെ കാച്ചിക്കുറുക്കി ഒന്ന് രണ്ട് മന്ത്രങ്ങളിലായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന രീതിയാണ് സ്വീകരിക്കുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മളെല്ലാം സാധാരണഗതിയിൽ ചോദിക്കേണ്ട ഒരു ചോദ്യം ആണ് കേനോപനിഷത്തിൽ ചോദിച്ചിരിക്കുന്നത്. ഞാനിവിടെ ഇരുന്നുകൊണ്ട് സംസാരിക്കുന്നു, അത് നിങ്ങൾ കേൾക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ഓരോരുത്തരും ഓരോ തരത്തിലായിരിക്കും മനസ്സിലാക്കുന്നത് എന്നും എനിക്കറിയാം. അതെങ്ങനെ സാധിക്കുന്നു? ഈ വാഗിന്ദ്രിയം, വാക്ക് ഒരു കർമ്മേന്ദ്രിയമാണ്. വാഗിന്ദ്രിയം പ്രവർത്തിക്കുമ്പോൾ അതെങ്ങനെ പ്രവർത്തിക്കുന്നു, അതിൻ്റെ പ്രവൃത്തിയെ പ്രേരിപ്പിക്കുന്നത് ആരുടെ പ്രേരണാശക്തി കൊണ്ടാണ് ഇങ്ങനെ വാഗേന്ദ്രിയം പ്രവർത്തിക്കുന്നതും അത് നിങ്ങളിലേക്ക് വന്ന് ആശയമായി മാറുന്നതും ഒക്കെ. കേനേഷിതം പതതി പ്രേഷിതം മനഃ കേന പ്രാണപ്രഥമ പ്രൈതിയുക്ത കേനേഷിതം വാചമിമാം വദന്തി ചക്ഷുശ്രോത്രം കൗദേവോ യുനക്തി. ഇതാണ് ഈ ഉപനിഷത്തിലെ ചോദ്യം. ആര് ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല. കേനേഷിതം പതതി
ക്രേണീഷിതം പദ്ധതി പ്രേഷിതം മനഃ. ആരുടെ ഇച്ഛയും ആരുടെ പ്രേരണയും കൊണ്ടാണ് മനസ്സ് അതാതിൻ്റെ വിഷയങ്ങളിൽ ചെന്ന് പതിക്കുന്നത്? നമുക്കറിയാം, നമ്മുടെ മനസ്സ് ഓരോ വിഷയത്തിൽ ചെന്ന് പതിക്കുമ്പോൾ അതിൻ്റെ പിന്നിലിരുന്ന് മനസ്സിനെ പ്രവർത്തിപ്പിക്കുന്നത് ആര്? ആ മനസ്സ് ആ വിഷയത്തിൽ ചെന്ന് പതിപ്പിക്കുന്നതിനുള്ള ശക്തി പകരുന്നത് ആര്? നമുക്കറിയാമോ? നമ്മൾ ചോദിക്കാറുണ്ടോ? ചോദിക്കേണ്ടതല്ലേ? പക്ഷെ ചോദിക്കുന്നില്ല. അത് സ്വാഭാവികമായിട്ട് നടക്കുന്നതല്ലേ എന്ന തരത്തിൽ നമ്മളതിനെ അംഗീകരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. കേനേഷിതം പദ്ധതി പ്രേഷിതം മന കേന പ്രാണപ്രഥമ പ്രൈതിയുക്ത. അതുപോലെ നമ്മിലുള്ള പ്രാണവ്യാപാരം, അതിലും പല പല പ്രാണന്മാരുണ്ട് എന്നാണ് സങ്കല്പം. അതിലൊരു മുഖ്യപ്രാണനുണ്ട്. ഈ മുഖ്യപ്രാണൻ, പ്രഥമനായിട്ടുള്ള ആ പ്രാണൻ, അതിൻ്റെ വ്യാപാരത്തിൽ ചെന്ന് പെടുന്നത് എങ്ങനെയാണ് ഈ പ്രാണൻ മനസ്സിൻ്റെ കാര്യത്തിൽ എന്ന പോലെ മനസ്സ് എങ്ങനെ അതിൻ്റെ വിഷയത്തിൽ ചെന്ന് പതിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ, മനസ്സ് എന്നാൽ എന്താണെന്ന് നമുക്കറിയാമോ? നമുക്കറിയില്ല. അതേപോലെ തന്നെയാണ് പ്രാണൻ, മുഖ്യപ്രാണൻ അതിൻ്റെ വ്യാപാര രംഗത്ത് ചെന്ന് അവിടെ മുഴുകുന്നത്. നമുക്കറിയാമോ? അതറിയില്ല എന്ന് ചോദിക്കുന്നു. ഒരു ജിജ്ഞാസുവായ ശിഷ്യൻ ചോദിക്കുന്നു, നമുക്കറിയാമോ ഈ പ്രാണൻ എന്താണെന്ന്? നിങ്ങളെല്ലാം ആലോചിച്ചു നോക്കൂ. നിങ്ങളെല്ലാം പ്രാണന്റെ വ്യാപാരം കൊണ്ട്, ഈ നിമിഷത്തിലും പ്രാണന്റെ വ്യാപാരം കൊണ്ടാണ് ഇവിടെ ഈ കസേരകളിൽ വന്നിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്കറിയാമോ ഈ പ്രാണൻ എന്താണെന്ന്? ഈ പ്രാണൻ എങ്ങനെ വ്യാപരിക്കുന്നുവെന്ന്? ഈ പ്രാണൻ നമ്മുടെ ഈ ശരീരത്തിൻ്റെ ഓരോ അവയവത്തിലും ചെന്ന് അതിനെ പ്രവർത്തിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാമോ? ഇല്ല. എന്തുകൊണ്ട് നമ്മൾ ചോദിക്കുന്നില്ല? അല്ല, അത് പിന്നെ സ്വാഭാവികമായിട്ട് നടക്കുന്നതല്ലേ, പ്രകൃതി സഹജമായിട്ട് എന്ന് നമ്മളങ്ങ് ഉത്തരം പറയും. ആ ചോദ്യമേ ചോദിക്കില്ല. കേന പ്രാണപ്രഥമ പ്രൈതിയുക്ത കേനേഷിതം വാചമിമാം വദന്തി. അതുപോലെ ആരുടെ ഇച്ഛയും ആരുടെ പ്രേരണയും കൊണ്ടാണ് ഈ വാഗിന്ദ്രിയം അതിൻ്റെ ജോലി ചെയ്ത് ഈ ശബ്ദം പുറപ്പെടുവിച്ച് ഏതു തരത്തിൽ അർത്ഥമുള്ളതെന്ന് നിങ്ങളെല്ലാം കരുതുന്ന ചില ശബ്ദങ്ങൾ ഞാൻ പുറപ്പെടുവിക്കുമ്പോൾ നിങ്ങൾക്കത് അർത്ഥമുള്ള വാക്കുകളായി അനുഭവപ്പെടുന്നു. ഇതെങ്ങനെ സംഭവിക്കുന്നു? ആരുടെ പ്രേരണ കൊണ്ട്, ആരുടെ ഇച്ഛ കൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു? നമുക്കറിയില്ല. കേന പ്രാണപ്രഥമ പ്രൈതിയുക്ത കേനേഷിതം വാചമിമാം വദന്തി. അതേപോലെ ഞാൻ വാക്കുകൾ കൊണ്ട് സംസാരിക്കുന്നു. അതെങ്ങനെ സാധിക്കുന്നു? കേനേഷിതം വാചമിമാം വദന്തി ചക്ഷുശ്രോത്രം കൗദേവോ യുനക്തി. അതുപോലെ തന്നെ ചക്ഷുസ്സും കണ്ണുകളും
കണ്ണുകൾ കൊണ്ട് നമ്മൾ ഓരോ നിമിഷവും ഓരോന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവിടെ ഇരിക്കുന്ന ഈ ചെറിയ 2 ഗോളങ്ങൾ ആകുന്ന ആ അവയവങ്ങൾ കൊണ്ട് ഈ വെളിയിലിരിക്കുന്ന നിങ്ങളെയും അതിനപ്പുറത്തുള്ള ലോകത്തെയും ഈ ആകെയുള്ള പ്രപഞ്ചത്തെയും ഒക്കെ കാണുവാനുള്ള കഴിവ് ഈ കണ്ണുകൾക്ക് എങ്ങനെയുണ്ടായി? ചക്ഷുശ്രോത്രം കൗദേവോ യുനക്തി. ഏത് ദേവനാണ് ഇങ്ങനെ കണ്ണിനെ ഈ വസ്തുക്കളോടെല്ലാം ചേർത്ത് വച്ച് ആ അനുഭവം ഉണ്ടാക്കുന്നത്? അതേപോലെ തന്നെ ശ്രോത്രം, നമ്മുടെ കാതുകൾ കൊണ്ട് എന്ത് ചെയ്യുന്നു? ശബ്ദങ്ങൾ കേൾക്കുന്നു. എങ്ങനെയാണ് നമ്മുടെ ഈ അവയവം കൊണ്ട്, കാതുകൾ കൊണ്ട് ഈ വെളിയിലുള്ള ശബ്ദങ്ങൾ കേൾക്കുവാനും അതിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാനും ഉള്ള കഴിവ് നമുക്കെങ്ങനെയുണ്ടായി? ഇതാണ് ഈ ഉപനിഷത്തിലെ ചോദ്യം. നമുക്ക് തോന്നും വളരെ വിശദമായ ഒരുത്തരം ഈ ചോദ്യങ്ങൾക്ക് ഗുരു നൽകാൻ പോവുകയാണ് എന്ന്. ഇല്ല. ഏറ്റവും ഹ്രസ്വമായ, എനിക്ക് തോന്നുന്നു ഉപനിഷത്തുകളിൽ വെച്ച് ഏറ്റവും ഹ്രസ്വമായ ഉത്തരം പറയുന്നത് ഈ ഉപനിഷത്തിലാണ്. ഒരു ശ്ലോകം, ഒരു മന്ത്രത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചു തീർത്തു ശിഷ്യൻ. അടുത്ത ഒരൊറ്റ മന്ത്രം കൊണ്ട് ഗുരു ഉത്തരവും പറഞ്ഞു തീർക്കുന്നു. അതാണ് ഈ ഉപനിഷത്തിലെ ഒരു പ്രത്യേകത. എന്താണ്? ശ്രോത്രം, അതല്ലേ ശ്രോത്രം മനസോ മനോയത് വാചോഹവാചം സൗ പ്രാണസ്യ പ്രാണ ചക്ഷുഷ അതിമുച്യധീരാ പ്രേത്യാസ്മാൻ ലോകാത് അമൃതാ ഭവന്തി. നമ്മുടെ ത്യാഗിസ്വാമിയുടെ കവിതകൾ നോക്കിയാൽ അതിനകത്തെല്ലാം കാണാം. കാതിൻ്റെ കാത്, കണ്ണിൻ്റെ കണ്ണ്, ഇങ്ങനെയൊക്കെ ഉള്ളത്. ഇതെവിടെ നിന്ന് എടുത്തു എന്ന് ചോദിച്ചാൽ ഞാൻ പറയും കേനോപനിഷത്തിൽ നിന്ന് കടമെടുത്ത വാക്കുകളാണ്. പക്ഷേ ആ വാക്കുകളുടെ പിന്നിലിരിക്കുന്ന അർത്ഥം നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ശ്രോത്രത്തിന് ശ്രോത്രമായിരിക്കുന്നത് കൊള്ളാമല്ല, നല്ല വാക്കുകൾ. പക്ഷേ ആലോചിച്ച് നോക്കുക, ശ്രോത്രത്തിൻ്റെ ജോലി എന്താ? വെളിയിലുള്ള ശബ്ദം കേൾക്കുന്നു. പക്ഷേ ഇവിടെ പറയുന്നു ശ്രോത്രം എന്ന് പറഞ്ഞാൽ ശ്രോത്രത്തെ ശ്രവണം ചെയ്യുന്നതായ ഏതോ ഒന്നുണ്ട്. ശ്രോത്രത്തെ ശ്രവണം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? നമ്മുടെ ഈ കാത് കൊണ്ടാണല്ലോ ശബ്ദങ്ങൾ കേൾക്കുന്നത്. ഇതിനെ കേൾക്കുന്ന ഈ ശ്രവണേന്ദ്രിയത്തെ കേൾക്കുന്നതായ ഇനിയൊന്നുണ്ട്. അതെന്താ? മറ്റത് ശബ്ദം കേൾക്കും, കാതുകൊണ്ട് ശബ്ദം കേൾക്കും.
പക്ഷെ കാതിനെ കേൾക്കുന്നതായ ഒന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കാതിൻ്റെ രഹസ്യം മനസ്സിലാക്കുന്നതും അതിനെ കൊണ്ട് കേൾപ്പിക്കുന്നതും ഒക്കെയായ ഒരു പരമമായ സത്യമുണ്ട്. അത് കണ്ടെത്തണം. ശ്രോത്രസ്യ ശ്രോത്രം. പിന്നെയോ മനസ്സോ മനോയത്. പിന്നെയും പറയുന്നു മനസ്സിന് മനസ്സായിരിക്കുന്നത്. മനസ്സിൻ്റെ ജോലി എന്താ? മനനം ചെയ്യുക. പക്ഷേ ആ മനസ്സിൻ്റെ ജോലി എന്തിനെ മനനം ചെയ്യുകയാണ്? മറ്റുള്ളവയെ മനനം ചെയ്യുക. അതേസമയം ഈ മനസ്സിനെ മനനം ചെയ്യുന്ന, മനസ്സിൻ്റെ രഹസ്യം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന, ആ മനസ്സിനെ കൊണ്ട് മനനം ചെയ്യിപ്പിക്കുന്ന ഒരു സത്യം അതിൻ്റെ പിന്നിലുണ്ട്. മനസ്സോ മനോയത് വാചോ അവാചം. അതേപോലെ തന്നെ വാക്കിന് വാക്കായിരിക്കുന്നത്. വാക്കുകൊണ്ട് നമ്മൾ ഓരോ വാഗേന്ദ്രിയം കൊണ്ട് വാക്കുകൾ പറയും. എന്നാൽ വാക്കിനെ പറയുന്ന ആ വാക്ക് തന്നെ പറയാൻ പ്രയാസമാണ്, മനസ്സിലാക്കാൻ പ്രയാസമാണ്. എന്തുകൊണ്ട്? വാക്കിന് വാക്കായിരിക്കുന്നത്. വാക്കിനെ പറയുന്ന എന്ന് പറഞ്ഞാൽ എന്താ? ആ വാഗീന്ദ്രിയത്തെ രഹസ്യം അറിയുന്നതും. ഇവിടെ ഈ ഉപനിഷത്തിൽ ഒരു കവിതയുടെ രീതിയിലായതുകൊണ്ട് വാക്കിൻ്റെ വാക്കെന്നും പറയും, കണ്ണിൻ്റെ കണ്ണെന്ന് പറയും, ശ്രവണത്തിൻ്റെ ശ്രവണമെന്ന് പറയും. എല്ലാം കൊണ്ട് അർത്ഥമാക്കുന്നത് ഒന്നാണ് എന്ന് ധരിച്ചോളാം. വാക്കിൻ്റെ രഹസ്യം സ്വാമിയുടെ അതിനെപ്പറ്റിയൊക്കെ ഇപ്പോൾ പറഞ്ഞെന്ന് തോന്നുന്നു. വാക്കിൻ്റെ രഹസ്യം അറിഞ്ഞുകൊണ്ട് ആ വാക്കിനെ കൊണ്ട് പറയിപ്പിക്കുന്നതായ, അർത്ഥമുള്ള വാക്കുകൾ പറയിപ്പിക്കുന്നതായ ഒന്ന് അതിൻ്റെ പിന്നിലിരിക്കുന്നുണ്ട്. അതിനെ കണ്ടെത്തണം. വാചോ അവാചം സൗ പ്രാണസ്യ പ്രാണ. അത് തന്നെയാണ് പ്രാണനായിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രാണശക്തികളുണ്ട്. എന്നാൽ ആ പ്രാണശക്തികളെ കൊണ്ട് പ്രാണനം ചെയ്യിപ്പിക്കുന്നതായ ഒന്ന് അതിൻ്റെ പിന്നിൽ ഉള്ളതായി നമ്മുടെ ധ്യാനദൃഷ്ടിയ കാണണം. ഇവിടെയെല്ലാം ഈ പറഞ്ഞതിലെല്ലാം തന്നെ അതിൻ്റെ പിന്നിലിരിക്കുന്നതിനെ കാണണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ധ്യാനദൃഷ്ടി തുറക്കുക തന്നെ വേണം. പ്രാണസ്യ പ്രാണ, ചക്ഷുഷ ചക്ഷു. കണ്ണിൻ്റെ കണ്ണ് എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ ജോലി എന്താണ്? ലോകത്തിലുള്ള എല്ലാറ്റിനെയും കാണുക. ആ കണ്ണിനെ കാണുന്ന ഒരു കണ്ണുണ്ട് എന്ന് പറഞ്ഞാൽ ആ കണ്ണിൽ എന്തെല്ലാം ആന്തരിക ഘടകങ്ങൾ അന്തർഭവിച്ചിരിക്കുന്നു എന്ന് ആധുനിക മെഡിക്കൽ സയൻസ്
പരിശോധിച്ച് കണ്ടെത്തിയിട്ടുണ്ട്. അതല്ല, അതിൻ്റെ അത് കണ്ടെത്തിയാലും അതെല്ലാം കൊണ്ട് ഈ കാഴ്ചശക്തി, കാണുക എന്ന പ്രത്യേക ശക്തി ഈ കണ്ണിന് കൈവന്നത് എങ്ങനെ എന്ന് നമുക്ക് പിടികെട്ടുകയില്ല. ആ ശക്തി, ആ കണ്ണിൻ്റെ അന്തർരഹസ്യം കാണുന്ന, കണ്ണിനെ കാണുക എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ അന്തർരഹസ്യം കണ്ടുകൊണ്ടിരിക്കുന്നതായ ഒരു സത്യമുണ്ട്. പിന്നീടോ ചക്ഷു പിന്നെ അതിമുച്ച ധീരാ, ഇതിനെല്ലാം കടന്ന് ധീരന്മാരായിട്ടുള്ളവർ, ഇവിടെ എത്ര ധീരന്മാരുണ്ടെന്ന് എനിക്കറിയില്ല. എല്ലാവരും ധീരന്മാരായി തീരണം എന്നതാണ് എൻ്റെ ഒരാഗ്രഹം. അത് നടക്കുമോ എന്നെനിക്കറിയില്ല. ധീരൻ എന്നുള്ള വാക്കിന് അർത്ഥം ധിയം രാതി ഇതി ധീര എന്നാണ്. എന്ന് പറഞ്ഞാൽ ധീ എന്ന് പറഞ്ഞാൽ അറിവ്. അറിവിനെ പകർന്ന് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ആരോ അവൻ ധീരൻ. അപ്പോൾ അറിവ് സ്വന്തമായി ഉണ്ടായിരിക്കുകയും, അറിവ് എന്നിവിടെ പറഞ്ഞാൽ ജ്ഞാനം എന്ന് തന്നെയാണ് അർത്ഥം. ജ്ഞാനം സ്വന്തമായി ഉണ്ടായിരിക്കുകയും അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകുകയും കൂടി ചെയ്യുന്ന ആരുണ്ടോ അവനാണ് ധീരൻ. അതിമുച്ച ധീര പ്രേത്യ അസ്മാൻ ലോകാത് അമൃതാ ഭവന്തി. അങ്ങനെയുള്ള ധീരന്മാർ, ഏത് ധീരന്മാരാണ്? നേരത്തെ പറഞ്ഞ കണ്ണിൻ്റെ കണ്ണും കാതിൻ്റെ കാതും മനസ്സിൻ്റെ മനസ്സും ഒക്കെ ആയിരിക്കുന്ന, ഇത് പലതല്ല കേട്ടോ, ഈ പലത് പറഞ്ഞെങ്കിലും അതൊന്നും പലതല്ല, അതെല്ലാം ഒന്നാണ്. കാതിൻ്റെ കാതായാലും കൊള്ളാം, മൂക്കിൻ്റെ മൂക്കായാലും കൊള്ളാം, ചക്ഷുസിൻ്റെ ചക്ഷുസായാലും കൊള്ളാം, വാക്കിൻ്റെ വാക്കായാലും കൊള്ളാം. എല്ലാം ഒന്ന് തന്നെയാണ്. ആ ഒന്നിനെ ആരാണോ ഉൾക്കണ്ണുകൊണ്ട് ദർശിക്കുന്നത്, അതിമുച്ച ധീരാ, അവൻ എല്ലാറ്റിൽ നിന്നും മോചിതനായി പോകുന്നു. പ്രേത്യ അസ്മാൻ ലോകാത്, ഈ ലോകത്തിൽ നിന്നും അവൻ കടന്നു പോകും. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മരിച്ചിട്ട് അതിനപ്പുറം പോകും എന്നല്ല. ഈ കാണുന്ന ലോകം അല്ല അവന് പിന്നെ സത്യമായിരിക്കുന്നത്. പിന്നീടോ ഏകമായ, ഇനി പറയാൻ പോകുന്ന അതിന് ബ്രഹ്മം എന്നാണ്, ഇനി എന്ന വാക്കുകൊണ്ടാണ് ഈ പറയാൻ പോകുന്നത്. ആ ബ്രഹ്മസത്യം തന്നെയാണ്. ആരാണ് ഗുരുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആത്മസത്യം തന്നെയാണ് ഈ കാണുന്ന ലോകമായി വിരിഞ്ഞു നിൽക്കുന്നത് എന്ന് കാണുമ്പോഴോ അയാൾ പിന്നെ ഈ കാണുന്ന ലോകത്തിൽ കാണുന്നത് ലോകത്തെ ആയിരിക്കില്ല, ആ ബ്രഹ്മത്തെ ആയിരിക്കും. കാരണം ബ്രഹ്മത്തിൻ്റെ പ്രകടഭാവങ്ങൾ മാത്രമാണ് ഈ കാണുന്നതല്ല. പ്രകടഭാവങ്ങളല്ല സത്യം. പിന്നെയോ അതിൽ അന്തർഭവിച്ചിരിക്കുന്നതായ ഒന്നുണ്ട്, അതിനെ കാണണം. ചട്ടിയെങ്കിലും ഒക്കെ എടുത്താൽ
അതിൽ സത്യമായിരിക്കുന്നത് ചട്ടിയും കലവും ഒന്നും അല്ല, പിന്നെ വെറും മണ്ണാണ്. അതുപോലെ ഈ പ്രപഞ്ചം മുഴുവൻ എടുത്താലും അതിലൊക്കെ സത്യമായിരിക്കുന്നത് നേരത്തെ പറഞ്ഞ കാതിന് കാതും പ്രാണന്റെ പ്രാണനും വാക്കിൻ്റെ വാക്കും ഒക്കെ ആയിരിക്കുന്ന ഒരു സത്യമുണ്ട്. അതാണ്. അതിനെ കാണണം. അതിനെ കണ്ടാലോ എന്ത് പ്രയോജനം? അസ്മാൻ ലോകാത് അമൃതാ ഭവന്തി. അവൻ ഈ ലോകത്തെ നിന്നും വിട്ടിട്ട്, പറഞ്ഞാൽ ഈ കാണുന്ന ലോകമാണ് സത്യം എന്നുള്ള ധാരണയ്ക്കപ്പുറത്ത് പോയി ഈ കാണുന്നതെല്ലാം ആ ഒരു സത്യത്തിൻ്റെ ഭിന്നഭാവങ്ങൾ മാത്രമാണ്, സദാ മാറിക്കൊണ്ടിരിക്കുന്ന ഭാവവിശേഷങ്ങൾ മാത്രമാണ് എന്ന് കണ്ടുകൊണ്ട് ബ്രഹ്മത്തെ മാത്രം സകലത്തിലും കാണുന്ന ഒരു കാഴ്ചപ്പാട് അവനുണ്ടാകുന്നു. നമുക്കുണ്ടാകണം. അപ്പോഴേ ബ്രഹ്മവിദ്യ പഠിച്ചവരായി തീരൂ. അല്ലാതെ പുസ്തകം നോക്കി കുറച്ച് ആശയങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രം നമ്മളാരും വേദാന്തികളായി തീരുന്നില്ല. അതിമുച്ച ധീരാഹ പ്രേത്യ അസ്മാൻ ലോകാത്. അസ്മാൻ ലോകാത് പ്രേത്യ, ഈ ലോകത്തിന് അപ്പുറത്ത് പോയിട്ട്. പ്രേത്യ എന്ന് പറഞ്ഞാൽ ഏത്യ, ഏത് പറഞ്ഞാൽ പോവുക, കടന്നു പോവുക, കടന്നു പോയിട്ട്. പ്രകർഷേണ, വേണ്ട വണ്ണം കടന്ന് അപ്പുറത്ത് പോയിട്ട്. ഇപ്പം രണ്ടു തരം കാഴ്ചപ്പാടുകൾ. ഒന്ന്, നമ്മൾ ഈ കാണുന്നത് ലോകമാണ് എന്ന കാഴ്ചപ്പാട്. രണ്ടാമത്തെ കാഴ്ചപ്പാട്, ഇതെല്ലാം കാണുന്നതെല്ലാം ബ്രഹ്മം തന്നെ എന്ന കാഴ്ചപ്പാട്. ബ്രഹ്മത്തിൻ്റെ ഭാവമുഖങ്ങൾ മാത്രമാണ് നമ്മളീ കാണുന്നതെല്ലാം എന്ന കാഴ്ചപ്പാട്. അപ്പോൾ ആദ്യം കണ്ട കാഴ്ചപ്പാടിൽ നിന്നും രണ്ടാമത് കണ്ട കാഴ്ചപ്പാടിലേക്ക് നമ്മൾ മാറുന്നു. അല്ലാതെ മരിച്ച് അപ്പുറത്ത് പോവുകയല്ല ചെയ്യുന്നത്. മരണകാര്യം ഉപനിഷത്തുകളിലെങ്ങും ഒരിടത്തും പറയുന്നില്ല. അസ്മാൻ ലോകാത്, അപ്പോഴോ അമൃതാ ഭവന്തി. ഈ കാണുന്നതൊക്കെയാണ് സത്യം എന്നുള്ള ധാരണയോടുകൂടി നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ജനനമുണ്ട്, ജീവിതമുണ്ട്, മരണമുണ്ട്. അങ്ങനെ നമ്മൾ മർത്യന്മാരായി ജീവിക്കും. മർത്യൻ എന്നുള്ള വാക്കിനർത്ഥം മരണമുള്ളവർ എന്നാണ്. ആ മർത്യന്മാർ എന്ന അവസ്ഥയിൽ നിന്നും അമൃതന്മാരായി തീരും, അതിലേക്ക് കടന്നു പോകും. മരണമില്ലാത്തവരായി നമ്മൾ തന്നെ കാണും. മരണമില്ലാത്ത സത്യമാണ് ഞാൻ. ഒരു സ്വർണ്ണാഭരണം ഞാൻ ആഭരണമാണ് എന്ന് കരുതുന്ന അവസ്ഥയിൽ നിന്നും ഞാൻ സ്വർണമാണ് എന്ന് കാണുന്ന അവസ്ഥയിലേക്ക് മാറുമ്പോൾ ആ സ്വർണത്തിന് നാശമില്ല, ആഭരണത്തിന് നാശമുണ്ട്. അത് മർത്യലോകമാണ്, മറ്റത് അമൃതലോകമാണ്. നമ്മൾ അങ്ങനെ നമ്മുടെ ധാരണയ്ക്ക് അടിസ്ഥാനപരമായ ഒരു മാറ്റമുണ്ടായി. മർത്യലോകത്തിൽ നിന്നും അമൃതലോകത്തിലേക്ക് നമ്മൾ മാറണം. അതാണ് ഈ ഉപനിഷത്ത് കൊണ്ടുള്ള അന്തിമമായ പ്രയോജനം. പ്രേത്യാസ്മാൻ ലോകാത് അമൃതാ ഭവന്തി. മതിയാ? ആ, മണിപത്തര. ഇനി ബാക്കി നാളെ പറയാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം
പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. മറ്റൊരു രസകരമായ കാര്യം കൂടെ ഇതിനോട് ചേർത്ത് വെച്ച് പറയാം. ആദ്യം പറയാൻ വിട്ടുപോയതാണ്. ഞാൻ ആദ്യം ഗുരുകുലത്തിൽ വരുന്ന കാലത്ത് എനിക്ക് വയസ്സ് 17, ഇപ്പോൾ 87 കഴിഞ്ഞു. അന്ന് ഗുരുകുല കൺവെൻഷനിൽ പങ്കെടുക്കുന്ന അവരുടെ ഇടയിൽ അവർക്ക് വേണ്ടി നടരാജ ഗുരു ഒരു മത്സരം നടത്തി. മത്സരം എന്താണ്? കേനോ ഉപനിഷത്ത് കാണാപ്പാഠം ചൊല്ലുക. നിങ്ങൾ 5-6 പേരേ ഉള്ളൂ മത്സരത്തിന്. അത്രയും ആളുകളൊക്കെ ഉള്ളൂ. ഇത്രയും ആളുകൾ ഇന്ന് കൂടിയിരിക്കുന്നില്ലേ? അതിൻ്റെ സ്ഥാനത്ത് അന്ന് ഉണ്ടായിരുന്നത് 5 പേര് 6 പേരൊക്കെയാണ്. എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. ഗുരുകുല കൺവെൻഷൻ്റെ ആദ്യത്തെ ദിവസം ഹോമം ചെയ്യുന്ന ഞാനും ചുറ്റിലിരിക്കുന്ന 2 പേരും അനന്തേട്ടനും ഷൺമുഖേട്ടനും തീർന്നു ഗുരുകുല കൺവെൻഷനിൽ സംബന്ധിക്കുന്നവരുടെ എണ്ണം. അതിൽ നിന്നുള്ള വളർച്ചയാണ് ഇന്ന് ഈ കാണുന്നത്. അന്ന് ഈ മത്സരത്തിൽ 1ാം സമ്മാനം നേടിയത് ഞാനാണ്. അന്ന് കേനോവിനടുത്ത് ചൊല്ലി. ഇന്ന് അതിൻ്റെ വെളിച്ചത്തിൽ കേനോവൻഷത്തിനെ പറ്റി നിങ്ങളോട് സംസാരിക്കുന്നു. ശരി, ഇനി പോയി ചായ കുടിക്കും. അപ്പോഴേ നമുക്ക് 70 വയസ്സിന്റെ ആഘോഷമാണ് ഇപ്പൊ നമുക്ക് കേൾക്കാവുന്നത്. 70 വയസ്സിന്റെ ആഘോഷമാണ്.